ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടോ, ഈദ് മുബാറക്ക്. പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസമായല്ലേ. അപ്പം ഞാൻ പെരുന്നാളിൻ്റെ രാത്രിക്ക് തലേന്ന് രാത്രിക്ക് എത്തും, പെരുന്നാൾ വൈകുന്നേരം വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും കാണാം, സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തൊരു കമൻറ്റ് ഇടുക, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വലുതായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇന്നത്തെ തലേന്ന് നോമ്പല്ലേ, അപ്പം ഞാൻ പത്തിലും ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. അതും കഴിച്ച ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പണിക്ക് ഇറങ്ങിയത്. അപ്പം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പണിക്ക് ഇറങ്ങുമ്പോൾ. അങ്ങനെ മസാല ഒരു വകയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഫുഡിങ് ആക്കണം. പിന്നെ അതുപോലെ തന്നെ കസ്റ്റാർഡ്, ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി എല്ലാവരും വരുന്നില്ലേ, അവർക്കൊക്കെ കൊടുക്കാണല്ലോ. അപ്പോൾ കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരുപാടൊന്നുമല്ല. പാലൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നല്ല പോലെ തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം. ആ ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ആ ഒരു പാക്കറ്റ് ഫുള്ളായി തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. തണിയാൻ വേണ്ടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തണിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞങ്ങൾ 2 പാക്കറ്റ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് 2-3 സ്പൂണ് ഞാൻ പാൽ മാറ്റിയിട്ട് കസ്റ്റാർഡ് പൗഡർ 2 സ്പൂണ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ല കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടയില്ലാതെ കലക്കി വെക്കണം. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാൽ തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിന് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ എത്ര ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനൊക്കെയായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഒഴിച്ച് കൊടുത്താൽ പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് തിളച്ച് വരുന്നവരെ തന്നെ കുറുകി വരും, പക്ഷെ എന്നാലും അടിക്ക് പിടിക്കേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താക്കുക, കൈ ഇളക്കാതെ ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ബ്രെഡ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ബ്രെഡൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സൈഡ് കട്ട് ചെയ്തണമെന്നില്ല, പക്ഷേ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പിന്നെ കസ്റ്റാർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ, അതെല്ലാം കൂടി ഫസ്റ്റ് ഒഴിച്ച് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. രണ്ടാമത് അതുപോലെ തന്നെ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ എന്താണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് കലക്കി കൊടുത്തിട്ടുണ്ട്. കട്ടയില്ലാണ്ട് കലക്കി കൊടുക്കണം കേട്ടോ. നല്ല പോലെ കലക്കി കൊടുക്കണം. ചെറുതിരി പോലെ ഉണ്ടാവും, അതില്ലാതെ കലക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് എടുത്തിട്ടില്ല കേട്ടോ. കുറച്ചൊരു ലെയറായിട്ട് അങ്ങനെ ഒഴിക്കുന്നെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാൻ പിന്നെ കൂടുതലും മധുരം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ കുറച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത അതുപോലെ ഇട്ട് കൊടുക്കാം. അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തണിയാൻ വേണ്ടി തണിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെക്കും. അതിന് ശേഷം ഞാൻ സേമിയൻ്റെ ഒരു സേമിയ പേട കേട്ടോ, നൈസ് സേമിയ എടുക്കുക. നല്ല പോലെ പൊടിച്ച് കൊടുക്കുക കേട്ടോ. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇടുക, അതിലേക്ക് സേമിയയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. കൊടുത്തവർ ഞാൻ വീട്ടിലും പെരുന്നാളിന് വന്നവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിന്. ബട്ടറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിന്. ബട്ടർ അല്ലെങ്കിൽ നെയ്യാലും ഇട്ട് കൊടുത്താൽ മതി. ആർക്കേജ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കേണ്ട, അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത് നല്ലപോലെ ആയതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്തില്ല. ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഈ ഇങ്ങനത്തെ ഒരു മൂടി എടുക്കാം. കുട്ടികളൊക്കെ കൊടുക്കുന്ന മരുന്നിൻ്റെ മൂടിയാണ് കേട്ടോ, അളവിൻ്റെ മൂടിയില്ലേ, അതുപോലെ നമുക്ക് കുപ്പീൻ്റെ മൂടി, നമുക്ക് ഇതുപോലെ തന്നെ ചെറിയൊരു അടപ്പെടുത്തിട്ട് മൂടിയോ എടുത്തിട്ട് ഇതുപോലെ അച്ച പോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ രാത്രിക്കത്തെ പരിപാടിയാണ് കേട്ടോ ഇത്. രാത്രിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ക്ലീനിങ് കേട്ടോ. ഇത് ഭയങ്കര ടാസ്കിലെ പണിയാണ് കേട്ടോ. ഉമ്മയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടോ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പോയി കിടക്കണേ. മാഷാ അല്ലാ, രാവിലെ ആയി. പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ പെരുന്നാളിന് രാവിലത്തെ ചായ കൂടി പരിപാടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. മുട്ട പുഴുങ്ങിയത് ചായയാണ് കേട്ടോ. പിന്നെ മക്കൾ ക്ഷമൊക്കെ എണീച്ച് ഒരാൾ കുളിക്കാനും പോയി, ഡ്രസ്സ് മാറ്റലും തിരക്കൊക്കെയാണ് കേട്ടോ. പിന്നെ അവരൊക്കെ റെഡിയായിട്ട് പോയി. നിഷാദും ഉപ്പിയും ക്ഷമ പോയി. സിനാനിപ്പോൾ പോകുന്നുണ്ട്. പിന്നെ ഉമ്മ കിച്ചണിൽ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് ദമ്മിടണം. പിന്നെ അതുപോലെ തന്നെ മുട്ടയപ്പം ചൂടണം കേട്ടോ നാസ്തയ്ക്ക്. അപ്പോൾ എല്ലാം ഒന്നിച്ചെന്നെ രാവിലെ തന്നെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ തേര്, ചിക്കൻ പൊരിക്കണം. പിന്നെ ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദമ്മിട്ടു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പൊരിക്കാനുണ്ടായിരുന്നു. രാത്രിക്ക് തന്നെ ഞാൻ ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുട്ടയപ്പം ചുട്ടി റെഡിയായി കേട്ടോ. ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് രാത്രി ഞാൻ ഫ്രൂട്ട്സ് മുറിച്ചിടലില്ല, ഞാൻ രാവിലെയാണ് കേട്ടോ.
നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മുറിച്ചിടും കേട്ടോ. അങ്ങനെ ഞാനും ആപ്പിളും അനാറും അങ്ങനെയൊക്കെ മുറിച്ചിട്ടു. പിന്നെ രാത്രിയൊക്കെ സേമിയ പേടം, പിന്നെ അത്തിപ്പഴം, പിന്നെ ഫുഡിങ്ങും ഉണ്ടാക്കിനല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പള്ളിയിൽ കഴിഞ്ഞാൽ എല്ലാവരും അപ്പുറം ഇപ്പുറം കയറി ഇറങ്ങുമല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടെല്ലാം ടേബിൾ മേൽ റെഡിയാക്കി വെച്ചിന്. പിന്നെ കുറച്ച് ബത്തക്ക കട്ട് ചെയ്ത് വെച്ചിന്, കത്തക്ക ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസാക്കുകയും ചെയ്ത് പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ, ക്ലീനിങ്ങും കഴിഞ്ഞു. അങ്ങനെ ഏട്ടത്തി മക്കൾ, അനിയത്തി മക്കൾ, പിന്നെ അതുപോലെ തന്നെ ഉമ്മാർ അനിയത്തിമാർ, രണ്ട് അനിയത്തിമാർ, അങ്ങനെ അവരൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ചായത് നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നിച്ച് വന്നപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെയാണ് കേട്ടോ. ഉമ്മാമ്മനൊക്കെ നടക്കിയിരുത്തിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നിച്ച് വരില്ലല്ലോ, ഓരോരാളങ്ങനെ വരുന്നില്ല. ഈ പെരുന്നാളിൻ്റെ സമയത്തൊക്കെയാണ് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്നിച്ച് കാണൽ. അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് അനിയത്തിൻ്റെ ഭർത്താവാണ് കേട്ടോ സിനിമ ഇപ്പോൾ കാണുന്നത്. ഇത്ര വന്നിട്ട് ഒരാഴ്ചയായി. അങ്ങനെ നേരെ എല്ലാവരും ആപ്പാൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. മുകളിൽ ആപ്പാൻ്റെ അടുത്തേക്ക് പോയി. അപ്പം അനിയത്തിയും ഭർത്താവ് ഞാനും മോനൊക്കെയാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞ് നേരെ തത്തൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇനി തത്തൻ്റെ വീട്ടിൽ നിന്ന് സേമിയ ഉണ്ടായിരുന്നു. അപ്പോൾ സേമിയയും കുറച്ച് കുടിച്ചു. തത്തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടുന്ന് വീട്ടിലെത്തുമ്പോഴത്തേനും മക്കളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഭയങ്കര ചൂടായിരുന്നു. വീട്ടിലെത്താൻ അവർ നിൽക്കുകയാണ്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തിടാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഫലൂദ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുഡിങ് ഉണ്ടായിരുന്നു, 2 തരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം മക്കളെല്ലാവരും കൂടി ഒന്നിച്ച് കഴിച്ചു. അവരും കഴിക്കുന്ന അത്ര. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. അത് 2 തരം പുഡിങ്ങാണ് കേട്ടോ ആക്കിയത്. അത് കഴിഞ്ഞ് നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എപ്പോഴും പോകാറില്ല. എന്താ വെച്ചാൽ എല്ലാവരും വീട്ടിലേക്ക് വരുമ്പം പിന്നെ അടുത്തില്ല അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകും. ഇവിടെ കുറച്ച് ദൂരം വെച്ചാൽ തലപ്പുറം നിന്ന് കുറച്ച് പോകണം. പൂവത്തെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവളെപ്പോഴും പരാതിയാണ്, എൻ്റെ വീട്ടിലേക്ക് വരത്തില്ല. അവൾ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ആരും അങ്ങോട്ട് പോക്കില്ല. ഞാൻ ചെന്ന് അവളോട് പറയാതെ ഞാൻ സിനും കൂടി അവളെ വീട്ടിലേക്ക് പോവാണ്. അവൾ വിളിച്ചപ്പോൾ അവൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എവിടെ ഉണ്ടോ എന്നൊക്കെ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മക്കളൊക്കെ പറഞ്ഞ് വായിച്ച് വാന്ന് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മോനും കൂടി അവിടത്തേക്ക് പോവാണ്. അവൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം തന്നെ സിനുവിന് ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട്, വേറെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേഗം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിന് കേട്ടോ. ഇതാണ് കേട്ടോ അവിടെ വീട്. വിളിച്ചപ്പോൾ അവർക്ക് തോന്നിയെന്ന് പറഞ്ഞു വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ. ഇതാണ് കേട്ടോ സിനുവിൻ്റെ ഡ്രസ്സ്. നിഷാദ് പിന്നെ ഇല്ല കേട്ടോ. നിഷാദ് ഏട്ടത്തിൻ്റെ കൂടെ പയ്യന്നൂർ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അതിൽ തുറക്കുമ്പോഴത്തേക്കന്നെ അവൾ ഞെട്ടിപ്പോയി കേട്ടോ. പെരുന്നാൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ അവിടുന്ന് സേമിയ പായസം ഉണ്ടായിരുന്നു. എല്ലായിടത്തും കുടിച്ചപ്പോൾ വേണ്ട വന്നിട്ട് കുറച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ കുടിച്ചത്. മക്കളൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് മാറ്റാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി, അനിയത്തി സൽമത്ത് എന്ന പേര് കേട്ടോ. അപ്പോൾ സിനുവിൻ്റെ കൂടെയും ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഓളും പുഡിങ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ബ്രെഡ് പുഡിങ് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും നോക്കി ഞാൻ ഇപ്പോൾ വേണ്ട പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മാത്രമേ കഴിച്ചോ, ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മോൾക്കെൻ്റെ കൊടുത്തു കേട്ടോ. അനിയത്തി പറയുന്നത് ഇവളെ ഇതൊക്കെ തിന്നിട്ടുള്ളൂ, ചോറൊന്നും വെച്ചിട്ടില്ല, ഇതന്നെ എടുത്ത് കുടിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ക്രോഷി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ 2 പേരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഉണ്ടാക്കിയത് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. ഇവരും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ യൂട്യൂബിൽ. ആക്കിയതിൻ്റെ വീഡിയോ ഒക്കെ ഇവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ബാഗ്, എയർ ബാൻഡ്, നമ്മൾ പഠിക്കുന്ന അത്ര വലുതായിട്ട് ഉണ്ടാക്കുന്നല്ല, ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അവൾ വലുതാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നു കേട്ടോ. വീട്ടിലെത്തുമ്പോൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഉമ്മയും ഷാമും മാമയും മാത്രമേ ഉണ്ടായിട്ടില്ല കേട്ടോ. നിഷാദ് വരികയും ചെയ്യണം അത്ര. അപ്പോൾ വീട്ടിലെത്തി മോനും പോയി കേട്ടോ. സിനുവും എന്നെ ഇവിടെ കൊണ്ടുവിട്ടോ. അവിടെ സിനുവാനും പോയി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ. പിന്നെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയിട്ടോ. ഫാമിലി തന്നെയാണ്. അവരുടെ വീട്ടിലൊക്കെ പോയി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. തിരിച്ച് വീട്ടിലെത്തി വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെരുന്നാൾ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.